അതിരപ്പള്ളി മലക്കപ്പാറയിൽ ലോറിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. മലക്കപ്പാറയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ലോറിയാണ് ആക്രമിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എപ്പോഴായിരുന്നു ഈ കാട്ടാനയുടെ ആക്രമണം? ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്ക് ഉണ്ടായിട്ടുണ്ടോ? കാട്ടാനയുടെ ആക്രമണം നടക്കുന്നത് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ്. ആതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. നമുക്കറിയാം, വനമേഖലയോടുകൂടി ചേർന്ന പാതയാണ്. വനത്തിലൂടെയാണ് ദീർഘദൂരം അതിലെ സഞ്ചരിക്കേണ്ടി വരുന്നത്. നിരന്തരം ആനശല്യം ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് ആതിരപ്പള്ളി മലക്കപ്പാറ മേഖലകൾ. അതുകൊണ്ട് തന്നെ പതിവായി ആക്രമണം നടക്കുന്ന സമയങ്ങളിൽ ഫോറസ്റ്റ് ജീവനക്കാരടക്കം എത്തിയാണ് പലപ്പോഴും യാത്രക്കാരെയും മറ്റും രക്ഷപ്പെടുത്താറുള്ളത്. പക്ഷേ ഇന്നലെ രാത്രി നടന്നത് രാത്രി 11 മണിയോടുകൂടി ആയതുകൊണ്ട് തന്നെ അധികം ആളുകൾക്കാർക്കും ഈ പ്രദേശത്തേക്ക് അപകടം നടക്കുന്ന സമയത്തേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേ വാഹനത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആന ആ വാഹനം, അതായത് ലോറി കുത്തി തകർക്കുകയും അടിച്ചു തകർക്കുകയും ചെയ്തു. അതിനുശേഷം പിൻവാങ്ങുകയായിരുന്നു. നിരവധി യാത്രക്കാരാണ് ഇത്തരത്തിൽ വന്യമൃഗ ശല്യത്തെ തുടർന്ന് ആതിരപ്പള്ളി മലക്കപ്പാറ യാത്രകളിൽ ബുദ്ധിമുട്ടുന്നത്. ഇന്നലെയും അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. ആതിരപ്പള്ളിയോട് പ്രവേശന കവാടമായ ചാലക്കുടി അടക്കമുള്ള മേഖലകളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരന്തരമായി ആനശല്യം രൂക്ഷമാണ്. ഇതിനെതിരെ പരാതി നാട്ടുകാർ നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു പരാതി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആതിരപ്പള്ളിയിലും ആനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി നടന്ന ആക്രമണം നടന്നെങ്കിലും ഡ്രൈവർ പരിക്കേക്കാതെ രക്ഷപ്പെട്ടു. ശരി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും ഈ അതിരപ്പള്ളി ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷമെന്നാണ് ഇപ്പോൾ ലെവിൻ പറയുന്നത്. അതിരപ്പള്ളി മലക്കപ്പാറയിൽ ലോറിക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. മലക്കപ്പാറയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ലോറിയാണ് ആക്രമിച്ചത്. സംഭവത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.